ഗാസയിൽ രക്തരൂക്ഷിത യുദ്ധം നടത്തുന്ന ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. സ്വന്തം സഖ്യരാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലിന്റെ തീരുമാനങ്ങളെ മറികടന്ന് വിലക്ക് ലംഘിച്ച് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ കൂടുതൽ രാഷ്ട്രങ്ങൾ കൂടി പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം നടത്തിയത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേലിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള 6 ലോകരാജ്യങ്ങൾ കൂടി പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ 80% ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നുണ്ട്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നല്ല രീതിയിൽ തന്നെ ചൊടിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ ഭീഷണിയുമായി ഇസ്രായേൽ രംഗത്തെത്തുന്നുമുണ്ട്. പലസ്തീൻ എന്ന ഒരു ഭൂമി പോലും ഇനി ഉണ്ടാവില്ലെന്നാണ് നെതന്യാഹുവിന്റെ താക്കീത്. അതിനിടെ ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ നിസ്സാരമായെങ്കിലും പ്രതിരോധം തീർക്കാൻ പലസ്തീനും ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന UN പൊതുസഭയുടെ സമ്മേളനത്തിൽ ഫ്രാൻസ് അടക്കം 6 രാജ്യങ്ങളാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചത്. ഫ്രാൻസിന് പുറമെ ബെൽജിയം, ലക്സംബർഗ്, മാൾട്ട, മൊണോക്കോ, അൻഡോറ തുടങ്ങിയ രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. മുൻപ് ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗൽ, UK തുടങ്ങിയ രാജ്യങ്ങളും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു. അതിനു മുൻപ് കഴിഞ്ഞ വർഷം സ്പെയിൻ, നോർവേ തുടങ്ങിയ രാജ്യങ്ങളും പിന്നാലെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യയിലെയും യൂറോപ്പിലെയും ചില കിഴക്കൻ മേഖല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ 80%ന്റെയും പിന്തുണ പലസ്തീനൊപ്പം ആയതിനാൽ വലിയ രീതിയിൽ ഗാസയിലെ വെടിനിർത്തലിന് വേണ്ട സമാധാന ശ്രമങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ തന്നെ നയതന്ത്ര സമ്മർദ്ദം ഇസ്രായേലിനെതിരെ ഉയരുമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത പല രാജ്യങ്ങളുമുണ്ട്. ഇന്നും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കയാണ് അതിലൊന്ന്. 193 അംഗരാഷ്ട്രങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലുള്ളത്. ഈ 193 അംഗങ്ങളിൽ 147 രാഷ്ട്രങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നവരാണ്. അമേരിക്ക ഉൾപ്പെടെ ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് പലസ്തീനെ അംഗീകരിച്ചിട്ടില്ലാത്തത്. ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നിവരെല്ലാം അമേരിക്കയ്ക്കൊപ്പം ഇസ്രയേലിനെ അനുകൂലിക്കുന്നവരാണ്. 2 രാജ്യങ്ങളിലൂടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഇന്നലെ UN പൊതുസഭയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞത്. എന്നാൽ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ ഡേവിഡ് വെയ്റ്റ്ഫുൾ പലസ്തീനും ഇസ്രയേലും ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ധാരണയിലെത്തുന്നതുവരെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ UN അസംബ്ലിയിൽ പലസ്തീനെ അനുകൂലിക്കുന്ന ഒരു പ്രമേയം ഇനി വന്നാലും അത് പരാജയപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. UN കൗൺസിലിൽ സ്ഥിരാംഗത്വമുള്ള ഒരു രാജ്യം വീറ്റോ ചെയ്താലും പ്രമേയം പരാജയപ്പെടും എന്നതാണ് അവസ്ഥ. മറ്റാരൊക്കെ അനുകൂലിച്ചാലും വീറ്റോ പവറുള്ള ഒരു രാജ്യം എതിർത്താൽ പ്രമേയത്തിനുള്ള പ്രസക്തി ഇല്ലാതാകും. അമേരിക്ക വീറ്റോ പവറുള്ള രാജ്യമാണ്. നിലവിൽ ഇസ്രായേലിനൊപ്പം തന്നെ നിലകൊള്ളുകയുമാണ്. കഴിഞ്ഞ 6 തവണയും പലസ്തീൻ അനുകൂല പ്രമേയം UN വന്നപ്പോഴും അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നുണ്ട്. സഖ്യരാഷ്ട്രങ്ങൾ പോലും പലസ്തീനെ അംഗീകരിക്കുന്നു. പുറമെ യൂറോപ്യൻ രാജ്യങ്ങളും സമാന വഴിയിലേക്ക് എത്തുകയാണ്. ഗാസയിലെ കൂട്ടക്കൊലയ്ക്കെതിരെ ഉയർന്ന ജനവികാരമാണ് കൂടുതൽ രാഷ്ട്രങ്ങളെ ഇസ്രായേലിന് എതിരാക്കിയത്. ഈ സാഹചര്യത്തിൽ ഗാസയിലെ സമാധാനത്തിന് വലിയ രീതിയിലുള്ള നയതന്ത്ര ഇടപെടൽ നടക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നു. അതേസമയം പലസ്തീനെ കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇസ്രായേലിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഭീഷണികളും പ്രകോപനങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് പലസ്തീൻ എന്ന രാജ്യം ഇനി ഉണ്ടാവില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി. കൂടുതൽ രാഷ്ട്രങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രായേലിന്റെ 2 ലക്ഷ്യങ്ങളായി നെതന്യാഹു പ്രഖ്യാപിച്ചത് ഹമാസിനെ തുടച്ചു നീക്കലും ഇറാനിയൻ അച്ചുതണ്ടിനെ തകർക്കലുമാണ്. ദ്വിരാഷ്ട്ര പ്രഖ്യാപനവും പലസ്തീൻ രാഷ്ട്രവും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ ന്യൂയോർക്കിൽ നടന്ന ദ്വിരാഷ്ട്ര പരിഹാര ഉച്ചകോടി ബഹിഷ്കരിക്കുകയും ചെയ്തു. ഉച്ചകോടിക്കും പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം നടത്തിയവർക്കുമെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. 2 വർഷം മുൻപ് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്കുള്ള സമ്മാനമാകും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ലെന്നാണ് കരോളിൻ ലെവിറ്റ് പറഞ്ഞത്. അതേസമയം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഹമാസിന് ഒരു പങ്കുമില്ലാത്ത സർക്കാരിനെയാകും സൃഷ്ടിക്കുക എന്നാണ് പലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത്. ന്യൂയോർക്കിലെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്ക വിസ നിഷേധിച്ചതിനാൽ മഹ്മൂദ് അബ്ബാസ് ന്യൂയോർക്കിൽ എത്തിയിരുന്നില്ല.
വീഡിയോ കോൺഫറൻസ് വഴിയാണ് അദ്ദേഹം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തത്. ഇസ്രയേലിന്റെയും തങ്ങളുടെയും ഭാവി ഇരു കൂട്ടർക്കുമിടയിലെ സമാധാനത്തെ ആശ്രയിച്ചാണ് എന്ന് പറഞ്ഞ മഹ്മൂദ് അബ്ബാസ് യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ UK ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനോട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. UK നിലപാട് ഇസ്രയേലിനെ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ രക്തരൂക്ഷിത ആക്രമണം നടത്തുന്നതിനിടെ നേരിയ തോതിൽ പലസ്തീനും തിരിച്ചടിക്കുന്നുണ്ട്. ഇന്നലെ ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ നഹൽ ഓസിലേക്ക് ഹമാസ് റോക്കറ്റ് തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇതിനെ തകർക്കാൻ ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിച്ചതായും IDF പറയുന്നു. അതിനിടെ ഗാസയിൽ കൂട്ടക്കുരുതി നടത്താൻ എത്തിയ അധിനിവേശ സൈനികർക്ക് നേരെ ഹമാസ് നടത്തിയ വെടിവെപ്പിൽ ഒരു ഇസ്രായേൽ സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകമെങ്ങും പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി മുറവിളി കൂട്ടുകയാണ്. പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും ഐക്യദാർഢ്യ പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. ഇറ്റലിയിൽ ഗാസ ഐക്യദാർഢ്യ പ്രകടനം റെയിൽവേ ഉൾപ്പെടെ പൊതുഗതാഗതം സ്തംഭിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാക്കി. പക്ഷേ ഇറ്റാലിയൻ ഭരണകൂടം ഇസ്രയേലിന് ഒപ്പവുമാണ്.